ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന തീരുമാനത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മൂന്നാം സീറ്റില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനും UDF യോഗം ബഹിഷ്കരിക്കാനും ആലോചനയുണ്ട്. ലോക്സഭാ സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റെങ്കിലും വേണമെന്ന നിലപാടിലാണ് ലീഗ്. രാജ്യസഭാ സീറ്റും നൽകില്ലെന്ന കോൺഗ്രസ് നിലപാടിൽ ലീഗിന് കടുത്ത അതൃപ്തിയാണ്. കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നും ലീഗ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചർച്ചകൾ ഇനിയും കാലതാമസം ശരിയല്ലെന്നും 25-ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM ഇസ്ലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇതുവരെ UDFന് അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാം സീറ്റ് വേണമെന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഇസ്ലാം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുക. എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഈ ഘട്ടത്തിലുള്ളൊരു നിലപാട്? അല്ല, ഇത് അവസാനിക്കാൻ പോകല്ലേ? ചർച്ചകൾ അവസാനിപ്പിക്കേണ്ട സമയമായി. 25-ാം തീയതി ഞങ്ങൾ UDF ഉഭയകക്ഷി ചർച്ച കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നടക്കുന്നുണ്ട്. അതിന് തീരുമാനമാവും. മൂന്നാം സീറ്റ് ലഭിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ്. എന്താ സംശയം? എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് അർഹതയുണ്ട്, പിന്നെ അത് കിട്ടൂലേ? കോൺഗ്രസ് നേതാക്കളൊക്കെ തുടർച്ചയായി പറയുന്നത് ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ അതേ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന പുറത്തു പറയുന്ന റിപ്പോർട്ട് ഇത്തവണ ലീഗിന് മൂന്നാം സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏത് കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വന്നത് കൊടുക്കില്ല എന്ന്, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ല എന്നാ? ഔദ്യോഗികമായിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളല്ലേ അറിയിക്കേണ്ടത്? ഒരു മൂന്നാം സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് ലീഗ് എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതല്ലെങ്കിൽ ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്നുള്ള ഉപാധി വെക്കുന്നുള്ള ചർച്ചകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നും. അങ്ങനെ ഒരു ഉപാധി വെച്ചിട്ടില്ല, അങ്ങനെ ഒരു പരിഹാരം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മുസ്ലിം ലീഗിന് മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KS ഹംസ ഇപ്പോൾ പൊന്നാനിൽ CPMന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നാണ് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഒരു? അല്ല, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അപജയങ്ങളുടെ ഒരു വലിയ ഉദാഹരണമാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പൊള്ളത്തരങ്ങളും അപജയങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ്. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെയുള്ള നേതാക്കന്മാരെക്കുറിച്ചൊക്കെ ഹംസ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രസംഗങ്ങളുടെ കോപ്പികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അതൊക്കെ വിനയായി തീരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. KS ഹംസയ്ക്ക് CPMന്റെ മുഴുവൻ വോട്ടും കിട്ടും തന്നെയാണോ ലീഗിൻ്റെ പ്രതീക്ഷ? ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല ഞങ്ങളുടെ കണക്കൂട്ടൽ. എന്തായാലും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM ഇസ്ലാം നിലപാട് വ്യക്തമാക്കുകയാണ്. എന്തായാലും മൂന്നാം സീറ്റിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു. അതിന് കിട്ടില്ല എന്ന് പറയുന്ന ഒരു ചിന്തയെക്കുറിച്ച് പോലും ലീഗ് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.